ദയാമരണത്തിന് കീഴടങ്ങിയ ഹരീഷ് റാണയ്ക്ക് വിട ചൊല്ലി രാജ്യം. ഡൽഹി ഗ്രീൻ പാർക്ക് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. വിഷ്ണുപ്രസാദ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വിഷ്ണു, വളരെ മനസ്സിനെയൊക്കെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമാണിത്. നമ്മുടെ രാജ്യത്ത് ഇത് ആദ്യമാണ്. ദയാവധം അഥവാ യൂത്തനേഷ്യ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു ദയാമരണമാണ്, മരിക്കാൻ അനുവദിക്കുക എന്നത്. അങ്ങനെ മരണം വരിച്ച ഒരാൾ റാണ. സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മൗലികാവകാശങ്ങളിൽപ്പെട്ട അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ പ്രധാനമാണ് അന്തസ്സോടുകൂടി മരിക്കാനുള്ള അവകാശം. 13 വർഷമായി കോമയിൽ തുടരുന്ന ഈ ഹരീഷ് റാണയ്ക്ക് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ദയാമരണത്തിന് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരാഴ്ചയോളം നീണ്ടുനിന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇന്നലെയാണ് ഹരീഷ് റാണയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ടായിരുന്നത്. എന്നാലും ഇപ്പോൾ ഹരീഷ് റാണയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചും അതോടൊപ്പം തന്നെ അന്ത്യകർമ്മങ്ങൾ നടത്തിയും വിട നൽകാൻ ഒരുങ്ങുകയാണ് ഡൽഹി. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെ മാത്രമേ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്നുള്ളൂ. ഡൽഹിയിലെ ഗ്രീൻ പാർക്കിലുള്ള ശ്മശാനത്തിലാണ്, വിശ്രം സ്ഥൽ എന്നറിയപ്പെടുന്ന ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഹിന്ദു മതാചാര പ്രകാരമാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അടുത്ത ബന്ധുക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമാണ് ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ശരി വിഷ്ണു, എങ്ങനെയാണ് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർക്ക് ഒപ്പമുള്ളവർക്ക്, ബന്ധുക്കൾക്ക് ഇതൊക്കെ താങ്ങാൻ കഴിയുക, മറികടക്കാൻ കഴിയട്ടെ?